സ്വാഗതം. ട്രംപ് അഥവാ ആപ്പിൽ വാലുകുടുങ്ങിയ കുരങ്ങനും ഇറാനും വരാൻ പോകുന്ന ലോകക്രമവും എന്നാണ് ഈ വീഡിയോയുടെ ശീർഷകം. ലോകം മൊത്തം വലിയ പ്രതിസന്ധിയിലാണ്. അത് നമ്മുടെ അടുക്കളയിലും നമ്മുടെ ഹോട്ടലുകളിലും ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിൻ്റെ പ്രതിസന്ധി, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രതിസന്ധി, ഈ രൂപത്തിലൊക്കെ എല്ലാവരും തെരുവിലും വീടുകളിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞത് ഇറാൻ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബന്ദിയാക്കി പിടിച്ചിരിക്കുകയാണെന്ന്. ഹോൾഡിംഗ് ദ വേൾഡ് എക്കണോമി ടു ആസ് എ ഹോസ്റ്റേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇറാനാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും ആണോ ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കി പിടിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ഏതായാലും ചരിത്രത്തിൻ്റെയും ശ്രദ്ധേയരായ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഇത് സംബന്ധമായ വിലയിരുത്തലുകളും അപഗ്രഥനങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ, യുദ്ധത്തെ വിലയിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ജിയാങ് ഷീക്വിൻ എന്ന ചൈനീസ് ചിന്തകനാണ്. അദ്ദേഹം പ്രെഡിക്റ്റീവ് ഹിസ്റ്ററി അഥവാ ചരിത്രത്തെ ഒരു പ്രവചനാത്മകമായിട്ട് കാണുന്ന ഒരു പ്രത്യേക രീതിയുടെ ആവിഷ്കർത്താവാണ്. അദ്ദേഹം അത് ഗെയിം തിയറിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഒരു ജ്യോതിഷനെ പോലെയല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വളരെ മുമ്പ് തന്നെ പറഞ്ഞതാണ്. 2024 തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായി തെളിഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിൽ വരും. മാത്രമല്ല, അധികാരത്തിൽ വന്ന ഉടനെ അദ്ദേഹം ഇറാനുമായി ഒരു യുദ്ധം നടത്തും. അത് രണ്ടും ശരിയായി എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനെ പറ്റിയുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം കഴിഞ്ഞാൽ, അതെപ്പോൾ അവസാനിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ കൊല്ലങ്ങൾ തന്നെ നീണ്ടു നിന്നേക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകക്രമമായിരിക്കുന്നതാണ് ജിയാങ് ഷീക്വിൻ പറയുന്നത്. അപ്പം കഴിഞ്ഞ കാലം, ഈ അടുത്ത കാലത്തുള്ള ഏതാനും ദശാബ്ദങ്ങളുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമേരിക്കയുടെ യുദ്ധങ്ങളും അതുപോലെ തന്നെ അമേരിക്ക യുദ്ധങ്ങളുടെ പ്രത്യാഘാതം നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മുമ്പിൽ തെളിയുന്ന ചില ചിത്രങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, അമേരിക്ക ഒരു വൻശക്തിയാണെന്നുള്ളത് ഒരേ ഒരു വൻശക്തിയായിരിക്കും. പക്ഷേ ഈ ഒരേ ഒരു വൻശക്തിയുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ലോകത്ത് ഇതുവരെ കാര്യമായ ഒരു യുദ്ധവും ഒറ്റയ്ക്ക് അമേരിക്ക ജയിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് കാര്യമായ ഒരു യുദ്ധവും വിജയിക്കാത്ത ലോകത്തെ ഒരേ ഒരു വൻശക്തിയായിരിക്കും അമേരിക്ക. അത് ചില യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്. അത് പനാമ, അതുപോലെ നിക്കറാഗ്വ തുടങ്ങിയ ചില പീക്കിരി രാജ്യങ്ങളുമായിട്ടുള്ള ചെറുകിട സംഘടനകളല്ലാതെ ലോകത്തൊരു വൻ യുദ്ധവും അമേരിക്ക ഒറ്റയ്ക്ക് വിജയിച്ചിട്ടില്ല. ഇതാണ് അമേരിക്കയുടെ ചരിത്രം. അമേരിക്കക്കാർ ഇന്നും അനുഭവിക്കുന്ന ഒരു സിൻഡ്രോം എന്ന് പറയുന്നത് വിയറ്റ്നാം സിൻഡ്രോമാണ്. അതാണ് ആ പേടി എന്താ പറഞ്ഞാൽ, ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ മരിച്ചുവോ, പരാജയപ്പെടുമോ എന്നുള്ള ഭീതിയാണ്. അമേരിക്ക വിയറ്റ്നാമിൽ അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും കാട്ടിക്കൂട്ടിയ നൃശംസതക്ക്, ക്രൂരതകൾക്ക്, യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരാതത്വത്തിന് യഥാർത്ഥത്തിൽ വാക്കുകളില്ല അത് വിവരിക്കാൻ. ഇത് ഞാൻ പ്രധാനമായിട്ടും മാക്സ് ബ്ലൂമെന്താളിന്റെ ദ മാനേജ്മെന്റ് ഓഫ് സേവേജറി എന്ന ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയാണെന്ന് ലോകത്ത് കാണുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും, ഐസിസ് ആവട്ടെ, അൽ ഖായിദ ആവട്ടെ, ഇസ്ലാമിക ഭീകരവാദാവട്ടെ, ഇതിന്റെ എല്ലാം പ്രജനനം അമേരിക്കയും അതിന്റെ ഇന്റലിജൻസ് ഏജൻസികൾക്കും വലിയ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്ത, ഞാനുണ്ടെങ്കിൽ നാഗാസാക്കിയിൽ ബോംബിട്ടത്, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ഏജന്റ് ഓറഞ്ച് ഉപയോഗിച്ചത്, ഇത് മാത്രമല്ല അമേരിക്ക നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ, ഉദാഹരണമായിട്ട് USSRന്റെ അഫ്ഗാൻ അധിനിവേശം, ഇതിൽ പോലും അമേരിക്കയുടെ കരാള ഹസ്തങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ആസുര ഹസ്തങ്ങൾ, രഹസ്യ ഹസ്തങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. USSR അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയ പ്രത്യക്ഷത്തിൽ അമേരിക്ക ഇല്ലായിരുന്നു. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെ പ്രതിരോധിക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ, സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കാൻ സഹായിച്ചത് അമേരിക്ക. പക്ഷേ ഇതിന് പിന്നിൽ പോലും അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ടായിരുന്നു എന്നും റഷ്യയെ പെർമനന്റ് ആയിട്ട് ഒരു അഫ്ഗാൻ ട്രാപ്പിൽ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നും ഈ പുസ്തകത്തിൽ മാക്സ് ബ്ലൂമെന്താൾ പറയുന്നുണ്ട്. അമേരിക്കയുടെ പോളണ്ടുകാരനായ പോളിഷ് അമേരിക്കനായ ഒരു ഏജന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സ്ബിഗ്ന്യൂ ബ്രിസിനിസ്കി എന്നായിരുന്നു. അദ്ദേഹം റഷ്യ, USSR അഫ്ഗാനിലേക്ക് സൈന്യത്തെ അയച്ചപ്പോൾ കാർട്ടറിന്, അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടറിന്, ഈ സ്ബിഗ്ന്യൂ ബ്രിസിനിസ്കി ആവട്ടെ ജിമ്മി കാർട്ടറിന്റെയും അതിന്റെ മുമ്പ് തന്നെ ലിൻഡൻ ജോൺസന്റെയും ഒക്കെ തന്നെ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം പറഞ്ഞത് റഷ്യയെ നമ്മളൊരു ആപ്പിൽ കുടുക്കിയിട്ടുണ്ട്, അവരെ അഫ്ഗാനിൽ ഒരു ആപ്പിൽ കുടുക്കിയിട്ടുണ്ട്, ഇത് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. റഷ്യ മറ്റു പല സാമ്രാജ്യങ്ങളുടെയും, ബ്രിട്ടീഷ് സാമ്രാജ്യമാണെങ്കിലും മറ്റു പല സാമ്രാജ്യങ്ങളുടെയും ശവപ്പറമ്പായ അഫ്ഗാനിൽ നിന്ന് തോറ്റു പിൻവാങ്ങേണ്ടി വന്നു. USSRന്റെ പതനം എളുപ്പാക്കിയതാണ്.
ഇത് മാത്രമല്ല, സദ്ദാം ഹുസൈൻ കുവൈത്ത് കീഴടക്കിയതിന് പിന്നിൽ പോലും അമേരിക്കയുടെ കൈ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കാരണം അക്കാലത്ത് അന്ന് അവിടുത്തെ അമേരിക്കൻ അംബാസഡർ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ അമേരിക്കൻ അംബാസഡർ ഏപ്രിൽ ഗ്ലാസ്പി എന്ന് പറഞ്ഞ ആളായിരുന്നു. ഏപ്രിൽ ഗ്ലാസ്പി സദ്ദാം ഹുസൈനായിട്ട് അദ്ദേഹത്തിന്റെ കുവൈത്ത് അധിനിവേശത്തിന്റെ ഏതാനും ദിവസം മുമ്പ് വളരെ നേരം ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ആ കുവൈത്ത് അധിനിവേശത്തിന്റെ ദിവസം ഏപ്രിൽ ഗ്ലാസ്പി മെല്ലെ ബഗ്ദാദ് വിടുകയാണ്. അദ്ദേഹം സദ്ദാം ഹുസൈനോട് പറഞ്ഞത്, നിങ്ങൾ അറബികൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിലൊന്നും അമേരിക്ക ഒരിക്കലും ഇടപെടാൻ പോകുന്നില്ല, അത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, അത് നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്ക അത് പ്രത്യക്ഷത്തിൽ പങ്കെടുത്തതും പ്രത്യക്ഷത്തിൽ പങ്കെടുക്കാത്തതുമായ എല്ലാ യുദ്ധത്തിലും അമേരിക്കയുടെ കൈകളുണ്ടായിരുന്നു. ആൻ കപ്ലാൻ എന്ന അറിയപ്പെടുന്ന എഴുത്തുകാരിയും സിനിമാ നിരൂപകയൊക്കെ ആയ വ്യക്തി അവരുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 9/11 സംഭവിച്ച ഉടനെ അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. യൂണിവേഴ്സിറ്റി അധ്യാപിക്കുകയാണ്. അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ചില അധ്യാപകർ പറഞ്ഞിരുന്നത്, അമേരിക്കക്ക് നമുക്ക് കിട്ടേണ്ടത് കിട്ടി. കാരണം എല്ലാ രാജ്യത്തും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും അതിൽ പോയി കൈയിടുന്നതും നമ്മുടെ രാജ്യം നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്നായിരുന്നു. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ ജോസഫ് ഹെല്ലർ 1961 എഴുതിയ ക്യാച്ച് 22 എന്ന നോവലിലെ രംഗങ്ങൾ തന്നെ നമ്മൾ കാണുകയാണ് തോന്നുന്നു. ക്യാച്ച് 22 രണ്ടാം ലോകമഹായുദ്ധത്തിൽ പിയണോസ എന്ന സ്ഥലത്ത് അമേരിക്കൻ പട്ടാളം നടത്തുന്ന സമരവും അമേരിക്കൻ പട്ടാളക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ ക്യാച്ച് 22 രംഗങ്ങൾ ഇപ്പോൾ നടക്കുന്ന അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ നിന്ന് നേരെ എടുത്തതാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അതിൽ മൊത്തം അമേരിക്കൻ ജനറൽമാർ പലരും വട്ടന്മാരാണ്, കിറുക്കന്മാരാണ്. തങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നതെന്നും അവർക്കറിയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടുള്ളത് യൊസാറിയനാണ്. യൊസാറിയൻ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ബോംബിട്ട് കൊല്ലുന്നതിൽ നിരർത്ഥകത മനസ്സിലാക്കി, യുദ്ധത്തിന്റെ മൊത്തം നിരർത്ഥകത മനസ്സിലാക്കി, യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഒരു പട്ടാളക്കാരനായിക്കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാരനായിക്കൊണ്ട് ജീവിക്കുന്നത്, നിരപരാധികളെ കൊല്ലുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഭ്രാന്ത് അഭിനയിക്കുന്നു. പക്ഷെ ഭ്രാന്ത് അഭിനയിച്ച് അദ്ദേഹം പോകുന്ന ഡോക്ടർ സർട്ടിഫൈ ചെയ്താലേ ഭ്രാന്താണെന്നാവുള്ളൂ. ഡോക്ടർ അതിനേക്കാൾ വലിയ ഭ്രാന്തനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക് ഡെനീക്ക എന്നാണ്. ഡോക്ടർ ഡെനീക്കയുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഡെനീക്ക അദ്ദേഹത്തോട് പറയുന്നത്, എനിക്ക് ഭ്രാന്തുണ്ടാവും, പക്ഷെ ഭ്രാന്തുള്ളവരെ ഈ പണി ചെയ്യൂ. ഭ്രാന്തുള്ളവർ മാത്രമേ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ബോംബിട്ട് കൊല്ലുകയുള്ളൂ. പക്ഷെ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് നീ പറയുന്നതുകൊണ്ട് നീ ഭ്രാന്തനല്ല. കാരണം ഭ്രാന്തുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഭ്രാന്തനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, ഈ ജോലിക്ക് ഭ്രാന്തന്മാരെ പറ്റുള്ളൂ. ഭ്രാന്തന്മാരെ മാത്രം പറ്റുന്ന, കുട്ടികളെ കൊല്ലുന്ന, സ്ത്രീകളെ കൊല്ലുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഈ യുദ്ധം ഭ്രാന്തന്മാർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിന്നെ ഒരിക്കലും നിനക്ക് വിടുതി നൽകാൻ പറ്റില്ല എന്ന് യോസാറിയനോട് പറയുന്നു. ഇങ്ങനെ ഒരു ഭ്രാന്തന്മാർ നിയന്ത്രിക്കുന്ന, ഭ്രാന്തൻ ജനറൽമാർ നിയന്ത്രിക്കുന്ന ഭ്രാന്തൻ യുദ്ധമാണ് യുദ്ധം എന്നാണ് ക്യാച്ച് 22 ജോസഫ് ഹെല്ലർ പറയുന്നത്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കാര്യം നോക്കിയാലും കാര്യങ്ങൾ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് യെയിൽ സർവകലാശാലയിലെ സൈക്യാട്രിസ്റ്റുകൾ അടക്കം പറഞ്ഞത് അദ്ദേഹത്തിന് ഭ്രാന്താണെന്നും, അദ്ദേഹം ഡേഞ്ചറസ്ലി നാർസിസിസ്റ്റ് ആണെന്നും, പാത്തോളജിക്കലി നാർസിസിസ്റ്റ് ആണെന്നും, എന്നാൽ അഹങ്കാരം മൂത്ത, ഹംഭാവം മൂത്ത, സെൽഫ് സെന്റേർഡ് ആയ പേഴ്സൺ ആണെന്നും, അത്തരത്തിൽ പാത്തോളജിക്കലായ അസുഖങ്ങളുള്ള ഒരു മനുഷ്യനെ പ്രസിഡന്റ് ആക്കിയാൽ അമേരിക്കക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നഷ്ടമായിരിക്കുമെന്നൊക്കെ അമേരിക്കൻ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജോൺ കാർട്ട്നറിനെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ അതിന് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷെ ആ മുന്നറിയിപ്പൊക്കെ അവഗണിച്ച് ഒരു തവണയല്ല 2 തവണ അമേരിക്കക്കാർ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തു. ആദ്യമായിട്ട് സൈക്കാട്രിസ്റ്റുകൾ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയത് 2016 അവർ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായ രോഗമുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സൈക്യാട്രിസ്റ്റുകൾ പുറത്തു പറയാൻ പാടില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യം. പക്ഷേ മൊത്തത്തിൽ ലോകത്തിന് തന്നെ ട്രംപ് ഇത്തരത്തിലുള്ള ഒരു സൈക്കോപാത്താണെന്ന് വിവരം അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന നിലക്കാണ് അവർ സാധാരണ അവരുടെ സ്വന്തം ഡയഗ്നോസിസ്, പിന്നെ മെഡിക്കൽ എത്തിക്സിന്റെ പോലും ഗൈഡ് ലൈൻസിനെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം ഈ അമേരിക്കൻ പ്രസിഡന്റുമാർ പലരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ റീഗനെ പറ്റി അദ്ദേഹത്തിന്റെ വളരെ അടുത്തിരുന്ന, അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപെടുക അന്നത്തെ CIA പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന വിൻസെന്റ് കാനിസ്ട്രോ പറഞ്ഞത്, റീഗനുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ 1985-86 റീഗനുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഒരു ചുമരിനോട്, ഒരു ബ്രിക്ക് വാളിനോട് സംസാരിക്കുന്നതായിട്ടാണ്. എനിക്ക് ഐ ഗോട്ട് നോ സ്പാർക്ക് ഓഫ് വിസ്ഡം ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് വെളിവിൻ്റെതായ ഒന്നും എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല 1986 കാലഘട്ടത്തിൽ ഏപ്രിൽ 15 1986 റീഗൻ ലിബിയ ബോംബിടുന്നതും കദാഫിയുടെ വെറും ഏതാനും 4-5 വയസ്സുണ്ടായിരുന്ന കുട്ടിയെ കൊല്ലുന്നത്, വെറും 40 ആളുകളെ വധിക്കുന്നതും, ഇതൊക്കെ പിന്നീട് ലോകത്തുണ്ടാക്കിയ ഭവിഷ്യത്ത് ചില്ലറയായിരുന്നില്ല. മറിച്ച് പിന്നെ മറ്റുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ വളരെ വ്യത്യസ്തനായിരുന്നില്ല. കുറച്ചൊക്കെ വിവരമുണ്ട്, ബുദ്ധിയുണ്ട് എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്ന ആളാണ് ക്ലിന്റൺ. പക്ഷെ ക്ലിന്റന് പോലും
ഡി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖ്യകക്ഷികൾ നോർമാൻഡിയിൽ തങ്ങളുടെ കരസേനയെ വിന്യസിക്കുകയും കരസേനയെ അവിടെ നിയോഗിക്കുന്നതിൽ വിജയിക്കുകയും അവസാനം ഹിറ്റ്ലറിനെ പരാജയപ്പെടുന്ന നിർണായകമായ സംഭവമായി തീരുകയും ചെയ്തൊരു സംഭവമാണ് ഡി ഡേ. പക്ഷെ ഡി ഡേയുടെ ദിവസം പ്രസംഗിക്കാൻ വേണ്ടി ക്ലിന്റനോട് പറഞ്ഞപ്പോൾ ഡി ഡേ എന്താണെന്നായിരുന്നു ക്ലിന്റൺ ചോദിച്ചത്. നമ്മുടെ ട്രംപിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഡു യു ഷെയർ എ ബോർഡർ വിത്ത് ചൈന എന്ന് വെച്ചത്. നിങ്ങളും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നു. ഇത്രയാണ് ഭൂപടത്തെ പറ്റി, ലോകത്തെ പറ്റി, ലോക സംഭവങ്ങളെ പറ്റി ഇവർക്കുള്ള അറിവ്. ഇത് വെച്ചാണ് ഇവർ ലോകത്തെ ഒരു വീഡിയോ ഗെയിമായിട്ട്, യുദ്ധത്തിനൊരു വീഡിയോ ഗെയിമായിട്ട് കളിക്കുന്നത്. ഈ അടുത്ത ദിവസം ഫ്രഞ്ച് നേതാവ് ട്രംപിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു വീഡിയോ ഗെയിം അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്തായാലും മൊത്തത്തിൽ ഒരു ഭ്രാന്തിന്റെ, ഉന്മാദത്തിന്റെ, ദേശീയ ജിങ്കോയിസത്തിന്റെ, നാഷണൽ ജിങ്കോയിസത്തിന്റെ ഒരു തരം ഉന്മാദമാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ Catch-22 തന്നെ ഉണ്ട്. Catch-22 ഒരു കഥാപാത്രത്തിന്റെ പേര് കേണൽ ഷെയ്സ്കോഫ് ആണ്. കേണൽ ഷെയ്സ്കോഫ് എന്ന് ഒരു ജർമ്മൻ പദമാണ്. ഇതിനെ പരിഭാഷപ്പെടുത്തിയാൽ അമേദ്യ ശിരസുള്ളവെന്നോ, പച്ച മലയാളത്തിൽ പറഞ്ഞ തീട്ടത്തലയുള്ളവെന്നാണ്. ഈ തീട്ടത്തലയുള്ള കേണൽ ഷെയ്സ്കോഫിന്റെ പണി എന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചുറ്റുപാടും നടന്നാൽ അയാൾക്ക് പ്രശ്നമില്ല. അയാളുടെ ബറ്റാലിയൻ പരേഡിൽ വിജയിക്കണമെന്ന ഒരൊറ്റ നിശ്ചയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പട്ടാളക്കാരെ ഉപയോഗിച്ച് പറയുകയാണ് യു ആർ അമേരിക്കൻ സോൾജിയേഴ്സ്, ഓൺലി അമേരിക്കൻ സോൾജിയേഴ്സ് ക്യാൻ സേ സോ. നിങ്ങൾ അമേരിക്കൻ പട്ടാളക്കാരാണ്, അമേരിക്കൻ പട്ടാളക്കാർക്ക് മാത്രമേ തങ്ങൾ അമേരിക്കൻ പട്ടാളക്കാരാണെന്ന് പറയാൻ പറ്റൂ. ഏതാണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഷെയ്സ്കോഫ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു അമേദ്യ തലയുള്ളവൻ, തീട്ടത്തലയുള്ളവൻ. ഇതുപോലത്തെ പ്രസ്താവനകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ട്രംപിൽ നിന്നത്. ഞാൻ വീണ്ടും ജിയാങ് ഷീക്വയിലേക്ക് പോയി. ജിയാങ് ഷീക്വൻ പറയുന്നത് യുദ്ധത്തിന് ശേഷം 2 സെനറിയോകളാണ് ഉണ്ടാവാൻ സാധ്യത. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന പോലെ അമേരിക്ക വീണ്ടും ഏരിയൽ ബോംബിംഗ് നടത്തും. ആകാശത്ത് നിന്ന് വന്ന് കുറെ ബോംബിട്ട് പോവും. അത് ഇറാനിലെ പല സൗകര്യങ്ങളും നശിപ്പിക്കും. ഇപ്പം നേരത്തെ അമേരിക്ക ബോംബിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ബോംബിട്ട് കഴിഞ്ഞാണ് സുഡാനിലെ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ മെഡിക്കൽ ഫാർമസി നശിപ്പിച്ചത്. അവിടെ അത് ഉണ്ടാക്കിയ പകർച്ചവ്യാധികൾ പിന്നീട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. മൃഗങ്ങളിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന ഒരു പ്രത്യേകം വൈറസിനെ തടയുന്ന ഏറ്റവും ദരിദ്ര രാജ്യമായ സുഡാൻ ഉണ്ടായിരുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫെസിലിറ്റിയാണ് അമേരിക്ക 1990കളിൽ ബോംബിട്ട് നശിപ്പിച്ചത്. അന്ന് അൽഖായ്ദയെ നേരിടുക എന്ന് പറയും. അൽഖായ്ദ ഉണ്ടാക്കിയതിന് അമേരിക്കയിൽ, അത് വേറെ കാര്യം. ഏതായാലും ഇതുപോലുള്ള ഏരിയൽ ബോംബിംഗ് ഉണ്ടാവും എന്നാണ് ജിയാങ് ഷീക്വൻ പറയുന്നത്. അത് കുറച്ച് ദിവസവും കൂടി ഉണ്ടാവും. ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. കുറെ നാശനഷ്ടങ്ങൾ അമേരിക്കക്കും ഗൾഫ് രാജ്യങ്ങൾക്കും മറ്റും ഉണ്ടാവും. അതിനുശേഷം അമേരിക്ക പോകും. ആ ഒരു സിനേറിയോ ആണെങ്കിലും ലോകം അതിൽ നിന്ന് കയറാൻ വർഷങ്ങൾ തന്നെ എടുക്കും. ഇപ്പോൾ തന്നെ പറയുന്നത് ഖത്തറിലും മറ്റുമുണ്ടായ ഗ്യാസ് ഫെസിലിറ്റികൾക്ക് നേരിടായ ആക്രമണത്തിന്റെ പരിക്കുകളിൽ നിന്ന് ആ രാജ്യം മോചിതമാവണമെങ്കിൽ ചുരുങ്ങിയത് 5 വർഷം എടുക്കുന്ന. അത് ലോക എക്കണോമിയെ ബാധിക്കും. മാത്രമല്ല ലോക എക്കണോമി ഇപ്പോൾ അത് ബാധിക്കാൻ പോകുന്നത് പെട്രോൾ ഡോളറിന്റെ അധീശത്വം ഇല്ലാതാവും എന്നാണ് ഷീക്വൻ പറയുന്നത്. ഇപ്പോൾ തന്നെ ഇറാൻ പറയുന്നത് ഹോർമുസ് കടലിടുക്ക് കടക്കണമെങ്കിൽ ആ കപ്പലുകൾ ചൈനീസ് യുവാനിൽ പണം കൊടുക്കണമെന്നും ഡോളർ തങ്ങൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പെട്രോൾ ഡോളറാണ് ലോകത്തെ ഭരിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട്, അമേരിക്കക്കാർ പറയാറുള്ളത് ആൾമൈറ്റി ഡോളർ ഹാസ് റീപ്ലേസ്ഡ് ആൾമൈറ്റി ഗോഡ് എന്നാണ്. ആൾമൈറ്റി, എല്ലാറ്റിനും കഴിയുന്ന ഡോളർ ആൾമൈറ്റി ആയ ദൈവത്തെ പോലും മാറ്റിയിരിക്കുന്നു, ദൈവത്തിന്റെ സ്ഥാനം പോലും കരസ്ഥാക്കിയത്. പക്ഷേ ഇതായിരിക്കും ഇനി പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിച്ചാൽ പോകാൻ പോകുന്ന ഒരു സിനറിയോ. മറ്റൊരു സിനറിയോ ജിയാങ് ഷീക്വൻ പറയുന്നത് യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കും. ഒരു പക്ഷെ അമേരിക്ക കരസേനയെ, അമേരിക്കൻ കാലാൾ പട്ടാളത്തെ അവിടെ നിയോഗിക്കും. കാലാൾ പട്ടാളത്തെ നിയോഗിക്കുന്നതിനെതിരാണ് അമേരിക്കൻ സൈനിക മേധാവി അടക്കം അതിന് വിയോജിച്ചത് കാരണമാണ് അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് ഈ അടുത്ത് കാണും. പക്ഷെ അങ്ങനെയൊന്നും നടന്നാൽ യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കും. മാത്രമല്ല ഹൂത്തികൾ ഇപ്പോൾ തന്നെ യുദ്ധത്തിലുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിയെ അടഞ്ഞിട്ടുള്ളൂ. ഹൂത്തികൾ വിചാരിച്ചാൽ ബാബുൽ മന്ദബും അടക്കും. അങ്ങനെയാണെങ്കിൽ അടക്കുകയാണെങ്കിൽ, അങ്ങനെ 2 ബാബുൽ മന്ദബും ഹോർമുസ് കടലിടുക്കും കൂടി അടക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏതാണ്ട് 30 മുതൽ 40% വരെ ഇന്ധനം അതിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാവും. അമേരിക്കയും സാമ്പത്തിക പ്രതിസന്ധിയിലാവും. ഈ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കൻ ഹെജിമോണിയിൽ, ഒരു യൂണിപോളാർ വേൾഡ്, ഒരു ഏകധ്രുവ ലോകത്തിന്റെ അധിപൻ എന്ന അമേരിക്കയുടെ പദവി എന്നേക്കും ഇല്ലാതാക്കി ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ പുതിയ ശക്തികൾ അടങ്ങുന്ന, അമേരിക്കയും അടങ്ങുന്ന 4 ശക്തികളെങ്കിലും അടങ്ങുന്ന ഒരു മൾട്ടി പോളാർ വേൾഡിന്റെ ഉദയത്തിന് കാരണമാവും എന്നുമാണ് ജിയാങ് ഷീക്വൻ പറയുന്നത്. ഏതായാലും ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയ സങ്കീർണമായ ഒരു സെനേറിയോ ആണ് ഉള്ളത്. ഇതിനൊക്കെ പിന്നിൽ നമ്മൾ വിചാരിക്കും ട്രംപ് പൂർണ്ണമായും ഭ്രാന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്സ്കോഫിനെ പോലെയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ വേറെയും ചില ന്യായങ്ങളുണ്ട്. ഈ യുദ്ധം നയിക്കുന്നവർക്ക്, ഈ യുദ്ധം നടത്തുന്നവർക്ക്, ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നവർക്ക് പലപ്പോഴും ഇവിടെ വലിയ സാമ്പത്തിക ലാഭമുണ്ട്. ഇതിലൊരു കഥാപാത്രവും മൈൻഡർ ബെൻഡർ എന്നൊരു കഥാപാത്രവും Catch-22 ജോസഫ് ഹെല്ലറിന്റെ. ഈ മൈൻഡർ ബെൻഡർ എന്ത് ചെയ്യുന്നതിനുണ്ട്, അദ്ദേഹം
ഈ പിയണോസയിൽ അമേരിക്കൻ സൈനിക ക്യാമ്പിൽ മെസ് നടത്തുന്ന ആൾ. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം പലപ്പോഴും അമേരിക്കൻ പട്ടാളത്തിൽ തന്നെ ബോംബിടാൻ ഏർപ്പാട് ചെയ്യുന്നു തന്റെ ദല്ലാളന്മാരുടെ. അങ്ങനെ ബോംബിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുതിയ ഓർഡറുകൾ കിട്ടുന്നു, പുതിയ പണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് അമേരിക്കയിൽ വന്നൊരു വാർത്ത എന്താന്ന് പറഞ്ഞാൽ പീറ്റ് ഹെക്സത്ത് ഇതിന് മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് പല ആയുധ കമ്പനികളിലും വലിയ സ്റ്റോക്കുകൾ വാങ്ങുകയും ആ സ്റ്റോക്കുകളുടെ വില ഈ സമയത്ത് വമ്പിച്ചതായിട്ട് കുതിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. പീറ്റ് ഹെക്സത്ത് ആണെങ്കിലും ട്രംപ് ആണെങ്കിലും എപ്പോഴും ഡോളറിന്റെ കണ്ണുകളിലൂടെ മാത്രം ലോകത്തെ കാണുന്നത്. അവർക്ക് പലതരത്തിലുള്ള പ്രോഫിറ്റ് അഥവാ ലാഭേച്ഛയും ഇക്കാര്യത്തിലുണ്ട്. യുദ്ധം അമേരിക്കയിലെ വലിയ കോർപ്പറേഷനുകൾക്ക് എപ്പോഴും ലാഭവും അമേരിക്കയിലെ സാധാരണക്കാരനായ നികുതി നായകന് എപ്പോഴും നഷ്ടമാണെന്ന് നോം ചോംസ്കി അദ്ദേഹത്തിന്റെ പവർ ആൻഡ് പ്രോസ്പെക്ട്സ് തുടങ്ങിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹാലിബർട്ടനെ പോലുള്ള അമേരിക്കൻ കമ്പനികൾ കഴിഞ്ഞ ഇറാഖ് യുദ്ധത്തിൽ പോലും വമ്പിച്ച പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. 10 അമേരിക്കൻ പട്ടാളക്കാർക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നതിന് എഴുതി വാങ്ങിയ ബില്ല് 100 ആളുകൾക്കും 150 ആളുകൾക്കും ഭക്ഷണം കൊടുത്തതായിരുന്നു. വമ്പിച്ച തട്ടിപ്പിനും വമ്പിച്ച പ്രോഫിറ്റിനും ഒരു കൂട്ടം ആളുകൾക്ക് ഇടം നൽകുന്ന ഒരു ഏർപ്പാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ചിലപ്പോൾ നീട്ടിക്കൊണ്ടുപോകുക ട്രംപിനെയും അതുപോലെ തന്നെ പീറ്റ് ഹെക്സത്തിനെയും പോലുള്ള ഫാറ്റ് കാറ്റുകളുടെ വ്യവസായ പ്രഭുക്കളുടെ താല്പര്യം. ഏതായാലും വരാൻ പോകുന്നത് വലിയ പ്രക്ഷുബ്ധമായ നാളുകളായിരിക്കും. സുരക്ഷയുടേതായ ഒരു ലോകം, നേരത്തെ ജിയാങ് ഷീക്കിൻ പറഞ്ഞതുപോലെ ഒരു മൾട്ടിപോളാർ വേൾഡ് ഉണ്ടായി, കൂടുതൽ സുരക്ഷയുടേതായ ഒരു ലോകം ഉണ്ടാവുമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമായിരിക്കും. സൽമാൻ റഷ്ദി ഒരിക്കൽ പറഞ്ഞിരുന്നു, ജോണ പ്രവാചകന് ഒരു തിമിംഗലത്തിന്റെ വയറ്റിലെങ്കിലും അഭയം തേടാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്ത് നമുക്ക് തിമിംഗലത്തിന്റെ വയറ്റിൽ പോലും അഭയം തേടാൻ കഴിയില്ല. കാരണം തിമിംഗലത്തിന്റെ വയറ്റിൽ പോലും മിസൈലുകൾ എത്തുന്നു. അങ്ങനത്തെ ഒരു ലോകം ആവാതിരിക്കട്ടെ. ലോകത്ത് വീണ്ടും സമാധാനത്തിന്റെ വെളിച്ചമുണ്ടാവട്ടെ, സമാധാനത്തിന്റെ രചിതരേഖകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.